ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. സോ മക്കളെ, ഓൺ എക്സാമിന് തകർത്ത് നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പറയുന്ന ഒരു കാര്യം മിസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടോളൂ, സെറ്റ് ആക്കി തരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ മിസ് പറഞ്ഞു വരുന്നത്, എന്താണ് സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ദേ ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയായിരുന്നു. ബ്യൂട്ടിഫുൾ കവിതയായിരുന്നു ആയിരുന്നല്ലോ. ആ കവിത ഇനിയിപ്പോ നിങ്ങൾ ലാസ്റ്റ് സമയത്ത് വരികളൊക്കെ കുറെ വായിച്ചു പോയി, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ, ആകെ ടെൻഷൻ ആണല്ലോ എന്ന് ആലോചിക്കൊന്നും വേണ്ട. അങ്ങനെ ടെൻഷൻ ആവുന്ന ആൾക്കാരൊക്കെ ഇതേ ഇങ്ങോട്ടേക്ക് വന്നോ. ഈസി ആക്കിയിട്ട് വരികളൊന്നും പഠിക്കാതെ തന്നെ, വരികൾ വായിച്ചു നോക്കാതെ തന്നെ ആ ചാപ്റ്ററിൽ കവി പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരത്തിയ നിങ്ങൾക്ക് എളുപ്പത്തിൽ വെറും 4 പോയിന്റിൽ അതില് കവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വാതി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ മക്കൾസ് എല്ലാവരും ഇതേ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നോക്കിയോളൂ. നമ്മുടെ ഖുദ് സേ പ്യാർ സെൽഫ് ലവ് എന്ന കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം മിസ് ഇതേ നിങ്ങൾക്ക് ഇത്രയും പോയിന്റുകളിലൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ആണ്. അപ്പൊ അതില് ഫസ്റ്റത്തത് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തത് സൂരജ് കാ ഉദാഹരൺ. സൂരജ് കാ ഉദാഹരൺ എന്ന് പറഞ്ഞാല് സൂര്യന്റെ ഉദാഹരണം. സൂര്യന്റെ ഉദാഹരണം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കവി അല്ലെ? എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മിസ് പറഞ്ഞുതരാം. സൂരജ് അപ്നി റോഷ്നി ഓർ ഗർമി കോ അപ്നെ തക് സീമിത് നഹീ രഖ്ത. സൂര്യൻ എന്താ ചെയ്യുന്നത്? തന്റെ റോഷ്നി പ്രകാശത്തെയും ഗർമി ചൂടിനെയും തനിക്ക് വേണ്ടി മാത്രമല്ല വയ്ക്കുന്നത്, തന്നിൽ മാത്രമല്ല സൂക്ഷിച്ചു വെക്കുന്നത്. ബൽക്കി, ബൽക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറിച്ച്. മറിച്ച് എന്താണിടാ ചെയ്യുന്നത് സൂര്യൻ ശരിക്കും? യെസ്, നോക്കിയോളൂ. പൂരി ദുനിയാ കോ പ്രകാശ് ഓർ ഊഷ്മ പൂരി ദുനിയ, ലോകം മുഴുവനും എല്ലാവർക്കും വേണ്ടിയിട്ട് ചൂടും പ്രകാശവും എല്ലാം നൽകുകയാണ് ചെയ്യുന്നത്, തനിക്ക് വേണ്ടി തന്നിൽ മാത്രം സൂക്ഷിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. ഇതല്ലേ നമ്മൾ ആദ്യം പഠിച്ചത് സൂരജ് കാ ഉദാഹരൺ. ഇനി രണ്ടാമത്തത് ആരുദാഹരണമാണ്? നോക്കിയോളൂ. പേട് കാ ഉദാഹരൺ, മരത്തിന്റെ ഉദാഹരണം. നമ്മൾ ദരത്ത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ കവിതയില്? ദരക്ത് എന്നാണ് നമ്മൾ മരത്തിന് പഠിച്ചത്. മരത്തിന്റെ ഉദാഹരണമാണ് അടുത്തത് പഠിച്ചത്. നോക്കിക്കോളൂ എന്താണ്? പേട് അപ്നെ ഫൂലോം കോ, മരം തന്റെ പൂക്കൾ എന്താ ചെയ്യുന്നത്? കേവൽ അപ്നെ ലിയേ നഹീം ഖിൽത്താ, കേവലം ആ പൂക്കളെ തനിക്ക് വേണ്ടി മാത്രമല്ല വിടർത്തുന്നത്, അതായത് പുഷ്പിക്കുന്നത്, മറിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ്? ഉൻകി സുന്ദരത ഓർ സുഗന്ധ് സേ പൂരേ സൻസാർ കോ ആനന്ദ് ദേത്താ ഹേ. തനിക്ക് വേണ്ടി മാത്രമല്ല ആ പൂക്കൾ വിരിയുന്നത്, ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിന്റെ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ടും അതിന്റെ ആ ഭംഗിക്ക് വേണ്ടിയിട്ടും സുഗന്ധം പരത്തിയിട്ടും ഒക്കെയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പൂക്കൾ പൂക്കുന്നത്, തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഓക്കെയാണ്. മൂന്നാമത്തത് അടുത്ത ഉദാഹരണം ആരാണ്? ബാദൽ കാ ഉദാഹരൺ, കാർമേഘം, മേഘങ്ങളുടെ ഉദാഹരണം. ഓക്കെ, മേഘമാണ് അടുത്ത ഉദാഹരണം. മേഘങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാ കവി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാദൽ അപ്നാ ജൽ കേവൽ അപ്നെ ലിയേ നഹീ രഖ്തേ. ജലം എന്താണ്? മേഘം തന്റെ ജലത്തിനെ തന്നിൽ മാത്രമല്ല വയ്ക്കുന്നത്, തനിക്ക് വേണ്ടി മാത്രമല്ല വയ്ക്കുന്നത്, മറിച്ച് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? വർഷ് കെ രൂപമേം ധർത്തി പർ ബരസ്കർ, മഴയുടെ രൂപത്തിൽ. വർഷ് കെ രൂപം എന്ന് പറഞ്ഞാൽ മഴയുടെ രൂപത്തിലാണ്. മഴയുടെ രൂപത്തില് ധർത്തി പർ ബരസ്കർ, ഭൂമിയിലേക്ക് പെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സബീ ജീവോം കി പ്യാസ് ബുജാത്തെ, എല്ലാ ജീവികളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ പ്യാസ് ബുജാത്തെ, ദാഹം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, ദാഹം ഇല്ലാതാക്കുന്നു. ഓക്കെ അല്ലേ? ഈ 3 കാര്യം, സൂര്യന്റെ ഉദാഹരണം, സൂര്യന്റെ ഉദാഹരണം, മരത്തിന്റെ ഉദാഹരണം, ബാദലിന്റെ ഉദാഹരണം. ഈ 3 ആൾക്കാര് അവര് സ്വയം സ്നേഹിക്കുന്നുണ്ട്, ലോകത്തിനെയും കൂടെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു തന്നു. അടുത്തത് ലാസ്റ്റ് പറഞ്ഞു തന്നത് മാനവ കാ സന്ദേശ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവ സന്ദേശം, മനുഷ്യനുള്ള മെസ്സേജ് ഉണ്ട്. മനുഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ സ്വയം സ്നേഹിക്കണം, എന്നാലേ ലോകത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയൂ, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ കഴിയൂ, സഹായിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേ അതും കൂടെ മനസ്സിലാക്കി വെച്ചോ. കഴിഞ്ഞു. ഇത്രയുള്ളൂ ചാപ്റ്റർ നമ്മൾ പഠിച്ചത്. മനുഷ്യ യദി സ്വയം സേ പ്രേം കർണ സീഖ് ജായേ, മനുഷ്യൻ സ്വയം സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാല് ദൂസരോം സേ ഭി പ്രേം കരേഗ, മറ്റുള്ളവരെയും കൂടെ അവര് സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഉനിക്ക് സഹായത കരേഖയും, അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഓർ പിന്നീട് എന്താണ്? സമാജമേം പ്രേം കരുണ തഥാ സംധാം ഫൈലായെങ്കേം, അതേപോലെ തന്നെ സമൂഹത്തിൽ സ്നേഹവും കരുണയും സഹായങ്ങളും ഒക്കെ നൽകാൻ സാധിക്കുക എങ്ങനെയാണ്? സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ അല്ലേ? ഈ 4 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. ഒന്നാമത്തത് സൂര്യൻ, രണ്ടാമത്തത് ദരക്ത് മരമാണ്, മൂന്നാമത്തത് ഓക്കെ മൂന്നാമത്തത് ബാദലാണ്, നാലാമത്തത് മനുഷ്യന്മാരോടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ആണോ? റെഡി ആണോ? യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പം ഇനി ചാപ്റ്റർ അവസാനത്തെ ടൈമിൽ വരികളൊക്കെ വായിച്ച് കൺഫ്യൂസ്ഡ് ആവാനൊന്നും നിൽക്കരുത്. ഇത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. 3 ആൾക്കാരെ പറഞ്ഞു തന്നു, നാലാമത്തെ കാര്യം മനുഷ്യന്മാരോട് പറഞ്ഞു. റെഡിയാണ്? ഓക്കെ ആണ്? സോ ഗൈസ്, ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഒന്ന് അടിപൊളിയാക്കി മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഖുദ് സേ പ്യാർ കവിതയാണ്. ചോദ്യങ്ങൾ ചോദിക്കും, ഈ സമ്മറി ഒന്ന് പഠിച്ചിട്ട് വെക്കാം കേട്ടോ. റെഡിയാണ് ഗൈസ്? സെറ്റ് ആണ്? സോ മക്കൾസ്, ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. യെസ്.